യുടെ സൃഷ്ടിപ്പിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഖുർആനിലും വിവിധ ഹദീസുകളിലുമായി പല ഭാഗങ്ങളായി ചിതറിക്കിടക്കുന്നുണ്ട്. ഈ വിവരണം പല ഹദീസുകളിൽ നിന്നും ഖുർആൻ വാക്യങ്ങളിൽ നിന്നും സമാഹരിച്ചതായി കാണപ്പെടുന്നു. ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മണ്ണെടുക്കാൻ മലക്കുകളെ അയച്ചത്. ആദം നബിയെ സൃഷ്ടിക്കാൻ അല്ലാഹു മണ്ണെടുക്കാൻ മലക്കുകളെ അയച്ചുവെന്നതും ഓരോ മലക്കും മടങ്ങിയതും അവസാനം അസ്രായീൽ അലൈഹിസ്സലാം മണ്ണെടുത്തതും ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. ഈ സംഭവങ്ങൾ ഹദീസ് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ ഇത് പൂർണ്ണമായി സ്വഹീഹ്, ശക്തമായ നിവേദന പരമ്പരയുള്ളത് ആണോ എന്നതിൽ ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായവ്യത്യാസങ്ങളുണ്ട്. എന്നിരുന്നാലും ഈ കഥയുടെ പൊതുവായ ആശയം ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇബ്ലീസിന്റെ വരവ്. ഇബ്ലീസ് ആദം നബിയുടെ ശരീരത്തെ കണ്ടതും അതിനെക്കുറിച്ച് ചിന്തിച്ചതും പിന്നീട് അഹങ്കരിച്ചതും ഖുർആനിലും ഹദീസുകളിലും വ്യക്തമായി പറയുന്നുണ്ട്. ആദമിന്റെ നീളം. ആദം നബിക്ക് 60 മുഴം നീളമുണ്ടായിരുന്നു എന്നത് സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഖുർആനിക അടിത്തറ. മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് ഖുർആൻ പലയിടത്തും വ്യക്തമായി പറയുന്നുണ്ട്. ഉദാഹരണം സൂറത്തുൽ അൽ ഹിജ്ർ 26, സൂറത്തുൽ റൂം 20. ആദം നബിയെ അല്ലാഹു അവന്റെ കൈകൊണ്ട് സൃഷ്ടിച്ചു എന്ന് ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ബുഖാരി, മുസ്ലിം. ചുരുക്കത്തിൽ നിങ്ങൾ നൽകിയ വിവരങ്ങളിൽ ഖുർആനിലും സ്വഹീഹായ ഹദീസുകളിലും സ്ഥിരീകരിക്കപ്പെട്ട കാര്യങ്ങളുണ്ട്. എന്നാൽ എല്ലാ ഭാഗങ്ങളും ഒറ്റപ്പെട്ടതും സ്വഹീഹായതുമായ ഒരു ഹദീസായി കണക്കാക്കാൻ പ്രയാസമാണ്. പലപ്പോഴും ഇത്തരം കഥകൾ വ്യത്യസ്ത ഹദീസുകളിലെയും ഇസ്ലാമിക ചരിത്രഗ്രന്ഥങ്ങളിലെയും വിവരങ്ങൾ ഒരുമിച്ച് ചേർത്താവും അവതരിപ്പിക്കുന്നത്.